ഭാര്യമാരോടാണ്. നിങ്ങളുടെ വീട്ടിലെ സമാധാനവും സന്തോഷവും മെച്ചപ്പെടുത്താൻ നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഞാനത് പറഞ്ഞോട്ടെ. ജോലിക്ക് പോകുന്ന ഭർത്താവ്, വീട്ടമ്മയായ ഭാര്യ, ഇതാണ് വീട്ടിലൊരു സെറ്റപ്പ് എങ്കിൽ ഈ പറയുന്ന കാര്യം വർക്കൗട്ടാവും. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിനെ 1 മണിക്കൂർ നേരത്തേക്ക് വെറുതെ വിടുക. അയാൾക്ക് ഇഷ്ടമുള്ള ചെയ്തോട്ടെ. അയാൾക്ക് ഫോൺ നോക്കിയിരിക്കണമെങ്കിൽ ഫോൺ നോക്കിയിരിക്കട്ടെ. അയാൾക്ക് ടി വിയിൽ വല്ല അന്തിച്ചർച്ചയും കാണണമെങ്കിൽ അന്തിച്ചർച്ച കണ്ടോട്ടെ. ഇനി വല്ല കൂട്ടുകാരെയും കാണണം, വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ അങ്ങനെ പോയി കണ്ടോട്ടെ. ഇല്ലെങ്കിൽ ഫോൺ ചെയ്ത് കൂട്ടുകാരോട് സംസാരിക്കണമെങ്കിൽ അങ്ങനെ സംസാരിച്ചോട്ടെ. എന്താണോ അയാൾക്ക് ചെയ്യാൻ ആഗ്രഹം അത് അയാൾ ചെയ്തോട്ടെ. പക്ഷെ ആ 1 മണിക്കൂർ നേരത്തേക്ക് വേറെ പണിയൊന്നും കൊടുക്കാതെ, വേറെ കാര്യങ്ങളിലൊന്നും അയാൾ ഇടപെടുത്താതെ അയാളെ ഒന്ന് ഫ്രീ ആക്കി വിടാൻ നിങ്ങൾക്ക് പറ്റുമോ? അതെങ്ങനെ പറ്റും അല്ലേ? വൈകുന്നേരം വീട്ടിലെ അവസ്ഥ എന്താ? വൈകുന്നേരം ഈ വീട്ടമ്മ കുക്കിങ്ങിലായിരിക്കും. രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. ഈ സമയത്തായിരിക്കും കുട്ടികൾ ഹോംവർക്ക് ചെയ്യുന്നതും പഠിക്കാനിരിക്കുന്നതും. 2 പിള്ളേർക്കും പഠിക്കാനും താല്പര്യം ഉണ്ടാവില്ല, ഹോംവർക്ക് ചെയ്യാനും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിനുവേണ്ടി അവരോട് ദേഷ്യപ്പെടേണ്ടി വരും, വിരട്ടേണ്ടി വരും. ഇതിനിടയിൽ അവർ പഠിക്കാതിരിക്കാനുള്ള കുറേ അഭ്യാസങ്ങൾ കാണിക്കും. ഇതിനെയൊക്കെ ഒഴിവാക്കി ഇതുങ്ങളെ എങ്ങനെയെങ്കിലും പിടിച്ചിരുത്തി പഠിപ്പിക്കണം, ഹോംവർക്ക് ചെയ്യിക്കണം. അതിൻ്റെ ഇടയിൽ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ നിങ്ങൾ നിന്ന് തിരിയാൻ സമയമില്ലാതെ നിൽക്കുന്ന സമയത്താണ് നിങ്ങളുടെ ഭർത്താവ് കയറി വരുന്നത്. വന്നിട്ട് ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാൾ ഡ്രസ്സ് പോലും മാറാതെ ആ സെറ്റിൽ പോയിരിക്കും, അല്ലെങ്കിൽ കസേരയിൽ പോയിരിക്കും. എന്നിട്ട് ഫോണിൽ റീൽസും കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ വല്ല അന്തിച്ചർച്ചയും വെച്ചിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളിവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ വെറുതെ ഇരിക്കുക. അത് കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇടപെടാൻ തോന്നും. അപ്പോൾ നിങ്ങൾ ആദ്യം പറയും, ഒന്നെങ്കിൽ പോയി കുളിച്ചിട്ട് ആ ഡ്രസ്സ് മാറുന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം പറയും. പിന്നെ എന്തെങ്കിലും ഒരു പണി നിങ്ങൾ ഏൽപ്പിക്കും. ഒന്നെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യം അയാളോട് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മേടിക്കാൻ പറഞ്ഞയക്കും, അല്ലെങ്കിൽ നിങ്ങളെ അടുക്കളയിൽ എന്തെങ്കിലും സഹായിക്കാനായിട്ട് നിങ്ങൾ വിളിക്കും. കാരണം ഒരാൾ മാത്രം പണിയെടുക്കുമ്പോൾ മറ്റാൾ വെറുതെ ഇരിക്കുന്ന കാണുമ്പോൾ ആർക്കാരും സഹിക്കില്ലല്ലോ. പക്ഷേ ഈ ഭർത്താവ് പകൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അയാൾ ഓഫീസിലായിരുന്നു, അല്ലെങ്കിൽ അയാൾ സ്വന്തം ബിസിനസ് നടത്തുകയാണെങ്കിൽ അവിടെയായിരുന്നു. അവിടെ രാവിലെ മുതൽ കസ്റ്റമേഴ്സിൻ്റെ വായിന്ന് കേൾക്കാണ്ടതെല്ലാം അവർ കേൾക്കുന്നുണ്ട്, മാനേജറുടെ വായിന്നിരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഇതൊന്നും ഒട്ടും താല്പര്യമില്ലെങ്കിൽ നമ്മൾ നിന്ന് കേൾക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ്? ഈ ഒരു ജോലി അല്ലെങ്കിൽ ഈ ഒരു വരുമാനം ഇല്ലാതായി കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ബാക്കി കാര്യം എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും? സോ കുടുംബത്തിൻ്റെ ഭാവി ആലോചിച്ച് ഇയാൾ ഇതെല്ലാം സഹിക്കുന്നു. അതേപോലെ കുടുംബത്തിന് വേണ്ടിയും തൻ്റെ കാര്യങ്ങൾക്കും വേണ്ടി വരുത്തി വെച്ച ബാധ്യതകളും ഉണ്ട്. ഈ ബാധ്യതകളൊക്കെ, ഈ ലോണുകളൊക്കെ തിരിച്ചടങ്ങണമെങ്കിൽ ഈ ഒരു ജോലി അല്ലെങ്കിൽ ഈ ഒരു വരുമാനം ഇല്ലാതിരിക്കാൻ പറ്റില്ല. സോ സ്വന്തം ഫാമിലിയെ കരുതി ഇതെല്ലാം സഹിച്ച്, ഇതെല്ലാം ക്ഷമിച്ച് ഉള്ളിലൊതുക്കി ഇയാൾ വീണ്ടും ആ ജോലി അല്ലെങ്കിൽ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇതാണ് ഈ പകൽ മുഴുവൻ നടക്കുന്നത്. പക്ഷേ ഈ പകൽ സമയത്ത് ഈ വീട്ടമ്മയ്ക്ക് എപ്പോഴെങ്കിലും കുറച്ച് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഒന്നെങ്കിൽ കുറച്ച് നേരം കിടക്കാനോ, അല്ലെങ്കിൽ ഫോൺ നോക്കിയിരിക്കാനോ, അല്ലെങ്കിൽ ടി വി കാണാനോ ഒക്കെ സമയം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ ജോലി ചെയ്യുന്ന ഭർത്താവിന് അങ്ങനെ ഒരു ഗ്യാപ്പ് ഈ സമയത്ത് കിട്ടുന്നില്ല. അയാൾ ഒട്ടും താല്പര്യമില്ലാത്ത കുറേ ആൾക്കാരുടെ കൂടെ ഒട്ടും താല്പര്യമില്ലാത്തൊരു പണിയായിരിക്കും എടുക്കുന്നുണ്ടാവുക. ഈ അടുത്ത് വന്നൊരു റിസർച്ച് പ്രകാരം ഇന്ത്യയിലെ 75%-നേക്കാൾ കൂടുതൽ ആളുകളും ജോലിയിൽ അസന്തുഷ്ടരാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭർത്താവും ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു സാഹചര്യം കൊണ്ട് ആൾക്കാർ ജോലി ചെയ്യണം. ഇനി ജോലി കഴിഞ്ഞാലോ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പുറപ്പെടുന്നു. വരുന്ന വഴി റോഡ് മൊത്തം ബ്ലോക്കാണ്. ഈ ഒരു ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ യാത്ര ചെയ്ത് വരുമ്പോഴേക്കും ഫ്രസ്ട്രേഷൻ അടിച്ച് വേറെ ലെവലാവും. അത്രയും ടെൻഷൻ അടിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഒരു വിധം വീട്ടിൽ വന്ന് കയറി. സോ ഈ സമയത്ത് അയാൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വെറുതെ ഇരിക്കാനുള്ള കുറച്ച് സമയമാണ്. വെറുതെ ഇരിക്കുക എന്ന് പറയുന്നതിന് ആ സമയത്ത് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വാല്യൂ ഉണ്ട്. പുറമെ നോക്കുമ്പോൾ വെറുതെ ഇരിക്കുകയാണ്, പക്ഷേ അയാൾക്ക് അതാണ് വേണ്ടത്. അയാൾക്ക് വേറെ ഒന്നും വേണ്ട. അയാൾക്ക് ആ സമയത്ത് ഒരാൾ വന്ന് ഇന്ന് ഓഫീസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നത്തെ വിശേഷം എന്തായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ വിഷമം കേൾക്കുന്ന ഒരാൾ, ഇതൊന്നും ആണുങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മളെ പാമ്പർ ചെയ്യാനൊന്നും ആരും വരില്ല, നമുക്കറിയാം. ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. വെറുതെ വിട്ടാൽ മതി എന്നാണ് അയാളുടെ ഒരു ആഗ്രഹം. സോ ആ ഒരു 1 മണിക്കൂർ നേരത്തേക്ക് അയാളൊന്ന് വെറുതെ വിട്ടേക്കുക. ആ ഒരു 1 മണിക്കൂർ കൊണ്ട് ഈ ജോലിയുമായി ബന്ധപ്പെട്ട ചിന്തകളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്നൊക്കെ അയാൾക്കൊന്ന് പുറത്തേക്ക് വരാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് വേറെ ഒന്നും ചിന്തിക്കാതെ എന്തെങ്കിലും ചെയ്യാനായിട്ട് അയാളൊന്ന് വെറുതെ വിടുക. പക്ഷേ ഈ വീട്ടമ്മയുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പകൽ ഇവർക്ക് ആരോടും സംസാരിക്കാനില്ല. അപ്പോൾ ഭർത്താവ് വന്നിട്ട് വേണം പറയാൻ. പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും, പല ചിന്തകളും വന്നിട്ടുണ്ടാവും. ഇതെല്ലാം ഭർത്താവിനോട് ഷെയർ ചെയ്യണം. അപ്പോൾ അയാൾ വന്ന് കയറുമ്പോൾ തന്നെ ഇത് പറയാനായിട്ട് അവർക്ക് തോന്നും. അങ്ങനെ അവർ ചെന്ന് പറയും. ഇല്ലെങ്കിൽ എന്തെങ്കിലും പണി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒറ്റ കഷ്ടപ്പെടല്ലേ, നിങ്ങളും വന്ന് പണിയെടുക്കുന്നു പറയും. ഈ സമയത്ത് ഈ ഭർത്താവ് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഇതൊക്കെ അനുസരിക്കും. അയാൾക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല, അയാൾക്കുള്ള എനർജി ഉണ്ടാവില്ല, പക്ഷേ അയാളത് ചെയ്യും. എന്താ കാരണം? നിങ്ങൾ ഭർത്താവിനോട് ചെയ്യാൻ പറയുന്ന കാര്യം ഭർത്താവ് അനുസരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾ പിണങ്ങും. നിങ്ങൾ പിണങ്ങിയാൽ 2-3 ദിവസത്തേക്ക് പിന്നെ വീട്ടിലൊട്ടും സമാധാനം ഉണ്ടാവില്ല. സോ അയാളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഓഫീസിലോ സമാധാനമില്ല, വൈകുന്നേരം വീട്ടിലെങ്കിലും വന്നു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഭാര്യ മണക്കത്തിലാണെങ്കിൽ 2-3 ദിവസത്തേക്ക് ഇവിടെയും സമാധാനം ഉണ്ടാവില്ല. സോ വൈകിട്ട് വീട്ടിലേക്ക് വരാൻ പോലും
സമാധാനമുള്ളൊരു അന്തരീക്ഷം ഇല്ലാത്തൊരു ഗതികേടിലേക്ക് അയാൾ എത്തും. ആ ഒരു ഗതികേട് ഒഴിവാക്കാനാണ് ആൾക്ക് താല്പര്യമില്ലെങ്കിലും ഈ ഒരു അവസ്ഥയിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അയാൾ ചെയ്യുന്നത്. സോ ഇത് ആണുങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളൊരു റിക്വസ്റ്റാണ്. ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിനെ ഒരു മണിക്കൂർ നേരത്തേക്ക് വെറുതെ വിട്ടേക്കുക. അയാൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. ആ സമയത്ത് അയാളെ പ്രത്യേകിച്ച് പണികളൊന്നും ഏൽപ്പിക്കാതിരിക്കുക. ഈ ഒരു സമയം കൊണ്ട് അയാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോലിയുടെയും യാത്രയുടെയും മറ്റ് ടെൻഷനുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ് ആവാൻ പറ്റും. അതിനുശേഷം അയാൾക്ക് കുറച്ചുകൂടെ സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി നിങ്ങളോട് ഇടപെടാൻ പറ്റും. അങ്ങനെ ഓവറോൾ വീട്ടിലെ സമാധാനം കുറച്ച് ബെറ്റർ ആവും. ഭർത്താക്കന്മാർക്ക് ഈ കാര്യം ഭാര്യയോട് നേരിട്ട് പറയാൻ മടിയാണെങ്കിൽ ഇത് ഭാര്യമാർക്കൊന്ന് അയച്ചു കൊടുത്ത് നോക്കൂ, ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഈ വീഡിയോ കാണുന്ന ഭാര്യമാർ ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സീരിയസ് ആയിട്ട് തന്നെ ഒന്ന് ചിന്തിക്കുക. ഇത് ഭർത്താവിനോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വന്ന 1 മണിക്കൂർ അടുത്തേക്ക് ഞാൻ ശല്യപ്പെടുത്താമല്ല, നിങ്ങളുടെ ഇഷ്ടമുള്ള ചെയ്തോ, പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, എന്നെ കുറച്ച് കാര്യത്തിൽ സഹായിക്കണം. ഭർത്താവ് വളരെ സന്തോഷത്തോടു കൂടി ഇത് അക്സെപ്റ്റ് ചെയ്യും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് യൂസ് ഇല്ലെങ്കിലും അവർക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.